presence of my Savior. Spirit, lead me where my trust is without borders. Let me walk upon the water. ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആത്മീയ ജീവിതത്തിലെ ഓട്ടത്തെക്കുറിച്ചാണ്. ബ്രായരുടെ ലേഖനം 12 അധ്യായത്തിന്റെ 1-ാം വാക്യം. ആകയാൽ സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടാനാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പല ഓട്ടങ്ങൾ പല രീതിയിൽ പലര് ഓടുന്നുണ്ട്. എല്ലാവരുടെയും ഓട്ടം ഒരുപോലെയല്ല. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് 2 തിമോത്തി 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു എന്ന്. അപ്പോൾ ഓട്ടം തികച്ച രീതിയിൽ എത്തുന്നവരാണ് സക്സസ് ആവുന്നത് ജീവിതത്തിൽ. അപ്പോൾ ഓട്ടം തികയ്ക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയും ഓടിയാൽ പോരാ. ഇപ്പോൾ ഷൈനി വിൽസൺ പണ്ട് ഓടിയതുപോലെ പ്രൈസ് കിട്ടി എന്ന് കരുതി ഫിനിഷ് ചെയ്തു, പക്ഷെ പ്രൈസ് കിട്ടിയില്ല. കാരണം ട്രാക്ക് തെറ്റിയ ഓടിയത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഓടാൻ പാടില്ല. നമ്മൾ ലക്ഷ്യം നമുക്കുണ്ടാവണം. ലോകത്തിന്റെ ഭാര്യയെ പോലെ ഓടാൻ പാടില്ല. അപ്പോസ്തലനായ പൗലോസ് ഓടിയ ഓട്ടമാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം ഫിലിപ്പിയന്റെ 3-ാം അധ്യായത്തിന്റെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 തുടങ്ങി 14 വാക്യങ്ങൾ പറയുന്നത്, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ആ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. ആ ഫോക്കസ് തെറ്റാതെ ഓടിക്കൊണ്ടിരിക്കുന്നത്, കൺസിസ്റ്റന്റ് ആയിരിക്കണം, സ്ഥിരമായിട്ട് ഓടണം. നമ്മൾ ആ ഓട്ടത്തിൽ ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്ന പലരുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ആംപ്ലിഫൈഡ് ക്ലാസിക്കൽ പറയുന്നത് വേർഷനിൽ പറയുന്നത് എൻടാങ്കിൾഡ് ആൻഡ് എൻസ്നേർഡ് എന്ന് പറയുന്നത് കെണിയിലും കുരുക്കിലും പെട്ട് ഓടുന്നവർ ആ ഓട്ടം അവർ നിലച്ചു പോകാനിടയുണ്ട്. ചിലർ ഓടുമ്പോൾ അവരുടെ പലവിധ ചിന്തകൾ, ഭാരങ്ങൾ, ആകുലതകളെല്ലാം വന്ന് അവരുടെ കണിയിലൊക്കെ പെട്ടിട്ട് അവർ ഓടുമ്പോൾ വലിയ കണിയിലും ദുഃഖത്തിലും പ്രയാസത്തിലുമായി പോയി. അപ്പോൾ അവർ ഓടുന്ന ഓട്ടം അവരുടെ കാലുകൾ കുടുങ്ങിപ്പോവും, വള്ളിയിൽ കുടുങ്ങിക്കിടക്കുന്ന പോലെ കുടുങ്ങിപ്പോകാനിടയാവുന്നുണ്ട്. ആ ഓട്ടം സക്സസ് ആവില്ല. അതുപോലെ തന്നെ ചിലർ ട്രോളി ബാഗ് ചുമന്നു കൊള്ളുമല്ലോ എന്ന് ഓർത്തിട്ട് ഓടുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ബാഗ് ചുമക്കുകയല്ല, നമുക്ക് ഓടുമ്പോൾ ആ സർഫസ് കറക്റ്റ് അല്ലെങ്കിൽ ട്രോളി ബാഗ് നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ എല്ലാം ഡാമേജ് ആയി പോകും. അതുകൊണ്ട് ഭാരം നമ്മൾ എന്തായാലും കളയണം. ഭാരം വിട്ടിട്ട് വേണം ഓടാനായിട്ട്. ഓക്കെ, ചില രോഗത്തിൻ്റെ അവസ്ഥയിൽ ഓടിയാൽ അവർക്ക് ഓട്ടം തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്താണ് രോഗത്തിലേക്ക് വരാൻ കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഏറ്റുപറഞ്ഞ്, പാപക്ഷമ വേണമെങ്കിൽ അങ്ങനെ ഏറ്റുപറഞ്ഞ് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഹീലിംഗ് കിട്ടിയതിന് ശേഷം ഓടാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഓട്ടം അവരുടെ ജീവിതത്തിൽ തികയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ